നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു സ്ത്രീ ബുദ്ധിമതിയാണെന്ന് തിരിച്ചറിയാൻ ഉയർന്ന വിദ്യാഭ്യാസമോ വലിയ ജോലിയോ മാത്രം നോക്കിയാൽ മതിയോ? തീർച്ചയായുമല്ല. യഥാർത്ഥ ബുദ്ധി പ്രകടമാകുന്നത് അവളുടെ ചിന്തയിലും തീരുമാനങ്ങളിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലുമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബുദ്ധിമതിയായ സ്ത്രീയുടെ 5 പ്രധാന സവിശേഷതകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവസാനം വരെ കാണൂ. കാരണം 5ാമത്തെ സവിശേഷതയാണ് പലപ്പോഴും ഏറ്റവും ശക്തമായത്. 1. ആത്മവിശ്വാസമുണ്ട്, പക്ഷേ അഹങ്കാരമില്ല. ബുദ്ധിമതിയായ സ്ത്രീക്ക് സ്വന്തം കഴിവുകളിലും മൂല്യങ്ങളിലും വിശ്വാസമുണ്ടാകും. എന്നാൽ അതുകൊണ്ട് മറ്റുള്ളവരെ ചെറുതായി കാണില്ല. സ്വന്തം വിജയത്തെക്കുറിച്ച് അമിതമായി സംസാരിക്കുന്നതിനു പകരം പ്രവർത്തനങ്ങളിലൂടെ തന്നെ സ്വയം തെളിയിക്കാൻ അവർ ശ്രമിക്കും. 2. വികാരങ്ങളെ നിയന്ത്രിക്കാൻ അറിയാം. ജീവിതത്തിൽ എല്ലാവർക്കും കോപവും വിഷമവും നിരാശയും വരും. എന്നാൽ ബുദ്ധിമതിയായ സ്ത്രീ ഉടൻ പ്രതികരിക്കില്ല. ഒരു നിമിഷം ചിന്തിക്കും, സാഹചര്യം മനസ്സിലാക്കും, പിന്നീട് മാത്രമേ സംസാരിക്കുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യൂ. ഈ വൈകാരിക പക്വതയാണ് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കുന്നത്. 3. പഠിക്കാൻ എപ്പോഴും തയ്യാറാണ്. എനിക്കെല്ലാം അറിയാം എന്ന മനോഭാവം അവർക്കില്ല. പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനും അതിൽ നിന്ന് വളരാനുമാണ് അവർ ശ്രമിക്കുന്നത്. അറിവ് വർദ്ധിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുന്നേറാൻ സഹായിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നു. 4. നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു. മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിനോ വികാരത്തിനോ വഴങ്ങാതെ ഒരു കാര്യത്തിൻ്റെ ഗുണദോഷങ്ങൾ വിലയിരുത്തിയാണ് അവർ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലും ബന്ധങ്ങളിലും ജോലിയിലും കൂടുതൽ സ്ഥിരത കൈവരിക്കാൻ അവർക്ക് സാധിക്കുന്നു. 5. സ്വന്തം അതിരുകൾ കാത്തു സൂക്ഷിക്കുന്നു. ബുദ്ധിമതിയായ സ്ത്രീ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കില്ല. ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയാൻ അവർക്ക് മടിയില്ല. സ്വന്തം സമയത്തിനും സമാധാനത്തിനും ആത്മാഭിമാനത്തിനും അവർ വില നൽകുന്നു. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ സ്വയം ബഹുമാനിക്കാനും അവർ അറിയുന്നു. ഈ 5 ഗുണങ്ങൾ ഒരാളിൽ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. അനുഭവങ്ങളിലൂടെയും പഠനത്തിലൂടെയും സ്വയം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലൂടെയുമാണ് അവ വളരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കൂ. ഇത്തരത്തിലുള്ള മനഃശാസ്ത്രവും ജീവിതപാഠങ്ങളും ഉൾക്കൊള്ളുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.